ഇവിടെ കുറച്ചുപേരെങ്കിലും വിശ്വസിക്കുന്നത് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തിൽ മോദി സർക്കാർ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പക്ഷത്താണ്, അല്ലെങ്കിൽ ഇറാനെതിരാണ് എന്നാണ് കുറെ ആളുകളെങ്കിലും പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത്. ഇത് പച്ച കള്ളമാണെന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിൽ ഇറാൻ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഒന്ന് അറിയാതെയെങ്കിലും പൊട്ടിച്ചിരിക്കുന്ന ഭരണാധികാരികളിൽ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. ഉറപ്പായും വ്ളാഡിമിർ പുടിനും ഷി ജിൻപിങ്ങും മാറിയിരുന്ന് ചിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കയുടെ ധർമ്മസങ്കടം കാണുമ്പോൾ ഒന്ന് ചിരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇറാനോട് ഇന്ത്യക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടോ? മോദി സർക്കാരിന് വിശേഷിച്ച് എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഒരിക്കലുമില്ല. പൊതുവെ മോദി ഒരു ഇസ്ലാമിക വിരുദ്ധനാണ് എന്ന് പറഞ്ഞു വരുത്താനുള്ള ഒരു ബോധമായ ശ്രമം ഇന്ത്യക്കകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും ഈ യുദ്ധത്തിൽ മോദി ഇസ്രായേലിന്റെ ഒപ്പമാണ്, അമേരിക്കയുടെ ഒപ്പമാണെന്നൊക്കെ കരുതുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇസ്ലാമിക സമൂഹവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് നരേന്ദ്രമോദി. UAE പ്രസിഡന്റൊക്കെ നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന ബഹുമാനം അതിന്റെ തെളിവാണ്. UAEയുമായിട്ടും അതുപോലെ ഇന്തോനേഷ്യയുമായിട്ടും ഖത്തറുമായിട്ടും അതുപോലെ സൗദി അറേബ്യയുമായിട്ടും ഒക്കെ വളരെ നല്ല ബന്ധം ഇന്ത്യ പുലർത്തുന്നുണ്ട്. ഒമാനുമായിട്ട് അടുത്ത ബന്ധമാണ് മോദി സർക്കാരിനുള്ളത്. അതോടൊപ്പം തന്നെ ഈജിപ്തുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ സവിശേഷമാണ്. ഇന്ത്യക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ മോശം ബന്ധമുണ്ട് എന്ന് പറയാവുന്നത് ഒന്ന് പാകിസ്ഥാനുമായിട്ടാണ്, രണ്ട് തുർക്കിയുമായിട്ടാണ്. ഈവൻ ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം പോലും ഇന്ത്യയുമായി യോജിച്ച് പ്രവർത്തിക്കുകയാണ്. മാൽഡീവ്സ് ഇന്ത്യയുമായി യോജിച്ച് പ്രവർത്തിക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പല ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യയുമായി വളരെ അടുത്ത് സൗഹൃദത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇസ്ലാമിനെതിരല്ല എന്നത് പലരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇറാനെതിരായിട്ട് ഒട്ടും ഇന്ത്യ ഗവൺമെന്റ് ഒരു നിലപാടെടുക്കില്ല. ഇന്ത്യ ഇറാനെതിരായിരുന്നുവെങ്കിൽ ബ്രിക്സ് എന്ന് പറയുന്ന ഇന്ത്യക്ക് പ്രാധാന്യമുള്ള ആ ഒരു കൂട്ടായ്മയിലേക്ക് ഒരിക്കലും ഇറാൻ കടന്നു വരുമായിരുന്നില്ല. ഇന്ത്യയുടെ കൂടെ അനുവാദമില്ലാതെ ഒരംഗത്തെ അതിനകത്ത് ചേർക്കാൻ പറ്റില്ല. ബ്രിക്സിന്റെ ഒരു നിയമം അനുസരിച്ച് സ്ഥാപക അംഗങ്ങളുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഒരു പുതിയ അംഗത്തെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ചൈനയും റഷ്യയും അല്ലെങ്കിൽ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും വിചാരിച്ചാലും ഇന്ത്യയുടെ കൂടി സമ്മതമില്ലാതെ ഇറാനെ കൊണ്ടുവരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ബ്രിക്സിലേക്ക് പാകിസ്ഥാൻ വരാത്തത്? ഇന്ത്യക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ബ്രിക്സിലേക്ക് ഇറാൻ വരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം ബ്രിക്സിലേക്ക് ഇറാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇറാൻ ഭരണകൂടവുമായിട്ട് നല്ല റിലേഷൻ ഇന്ത്യക്ക് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അമേരിക്കയുടെ നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം തോന്നുമോ? ഒരിക്കലും തോന്നില്ല. 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ഡീപ് സ്റ്റേറ്റിനോട്, US-നോട് മോദിക്ക് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിയുക? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പല പ്രവൃത്തികളും മോദി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു. ആ വ്യക്തിയോട് എങ്ങനെയാണ് മോദിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുക? ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തിയ, അനാവശ്യ വിവാദങ്ങളിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നിട്ട, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയാൻ ശ്രമിക്കുന്ന, ഇന്ത്യയിലേക്ക് വരുന്ന അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ്സിനെ തടയാൻ ശ്രമിക്കുന്ന നിലവിലെ അമേരിക്കൻ ഭരണകൂടത്തോട് ഇന്ത്യക്ക് എങ്ങനെയാണ്, മോദിക്ക് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുക? ബംഗ്ലാദേശും ഇന്ത്യയും വളരെ സൗഹൃദത്തിലായിരുന്നു. അമേരിക്കയുടെ ഇടപെടലുകൾ കാരണം തന്നെയാണ് ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന സർക്കാർ താഴെ വീഴുന്നത്. അത് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനെ കുറെ കാലത്തേക്ക് വളരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോയില്ലേ? ആ അമേരിക്കയോട് ഇന്ത്യക്ക് എങ്ങനെയാണ് സഹകരിക്കാനും പൊരുത്തപ്പെടാനും കഴിയുക? അപ്പോൾ ആത്മാർത്ഥമായ ഒരു സ്നേഹം അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കണമെന്നൊരു തോന്നൽ ഇന്ത്യക്കും ഇന്ത്യൻ ഭരണകൂടത്തിനും തോന്നുമെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അമേരിക്ക ഇന്ത്യ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ചെയ്യുന്ന രണ്ടുപേർ. അതിനപ്പുറം ഈ ഘട്ടത്തിൽ അമേരിക്കയുമായിട്ട് ഒരു ശക്തമായ ഒരു ബന്ധം, അല്ലെങ്കിൽ നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്തുണ്ടായിരുന്നതോ ആദ്യത്തെ ട്രംപിന്റെ ടേമിൽ ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള ഒരു ഊഷ്മളമായ ബന്ധം US-ഉമായിട്ട് നിലവിലുണ്ട് എന്ന് കരുതുക വയ്യ. പക്ഷേ ഇപ്പോഴും നിലവിലെ ലോക സാഹചര്യത്തിലും ലോകക്രമത്തിലും ഇന്ത്യക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പാർട്ട്ണറാണ് US-ഉമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സാങ്കേതിക വിദ്യ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യ അമേരിക്കയെ മനഃപൂർവ്വം പിണക്കാൻ ശ്രമിക്കില്ല എന്ന് കരുതി അമേരിക്കയ്ക്ക് 2 അടി കിട്ടുമ്പോൾ ചിരിക്കാതിരിക്കാൻ മാത്രം വിശാല മനസ്സ് ഇന്ത്യക്കാർക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ യുദ്ധത്തിൽ ഇറാൻ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചേക്കാം. ഇന്ത്യയിലെ അട്ടിമറി നടത്താൻ ശ്രമിച്ച കൂട്ടരാണ്. ഇപ്പോഴും നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട്. അമേരിക്കൻ യുക്രൈൻ ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അമേരിക്കയെ ഇന്ത്യക്ക് എങ്ങനെയാണ്, മോദിക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? മോദി ഭരണത്തിൽ നിന്ന് താഴെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ അമേരിക്കയെ മോദി എങ്ങനെയാണ് പിന്തുണയ്ക്കുക? അപ്പോൾ ഈ യുദ്ധത്തിൽ ഇന്ത്യ അമേരിക്കയുടെ ഒപ്പമേ അല്ല. ഇനി ഇസ്രായേൽ നമ്മുടെ ഒരു ചങ്ങാതിയാണ്. പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രമായതുകൊണ്ടോ ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ടോ അല്ല മോദി സർക്കാർ, ഇന്ത്യ ഗവൺമെന്റ് ഇസ്രായേലുമായി സഹകരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ സുഹൃത്തായതുകൊണ്ടാണ്.
UAE ഒരു ഇസ്ലാമിക രാജ്യമല്ലേ, പക്ഷെ നമ്മുടെ സുഹൃത്തല്ലേ. അതുപോലെയാണ് ഇസ്രയേൽ. ഇസ്രയേലുമായിട്ട് നമ്മൾ സഹകരിക്കുന്നത്, ഇന്ത്യക്ക് ഇസ്രയേലുമായി ചേർന്ന് ബരാക്ക് 8 പോലെയുള്ള മിസൈലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ടെക്നോളജി കൈമാറ്റമുണ്ട്, ആയുധ കച്ചവടങ്ങളുണ്ട്. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഇസ്രയേലിന്റെ സൗഹൃദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാകിസ്ഥാനെതിരായിട്ടുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്കും ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്കും ഇസ്രയേലിന്റെ സഹകരണം ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഒരു സുഹൃത്താണ്. അതുകൊണ്ട് ഇസ്രയേലിനെതിരായിട്ട് ഇന്ത്യ ഒരിക്കലും പ്രവർത്തിക്കില്ല. അതേസമയം തന്നെ ഇറാനെതിരായിട്ടും ഇന്ത്യ പ്രവർത്തിക്കില്ല. ഇന്ത്യയുടെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത് ഇറാനാണ്. നമുക്ക് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ചരക്ക് നീക്കം നടക്കണം എന്നുണ്ടെങ്കിൽ, അഫ്ഗാനിസ്ഥാനിലേക്ക് ചരക്ക് നീക്കം നടക്കണം എന്നുണ്ടെങ്കിൽ ഇറാനിലൂടെ സാധിക്കൂ. ഇറാനിലുള്ള ചബഹാർ പോർട്ട് വഴിയാണ് ഇന്ത്യയുടെ ചരക്ക് നീക്കം നടക്കുന്നത്. അപ്പോൾ ഇറാൻ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇറാന്റെ ഒരു നാശം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യ ഇതിനകത്ത് നിഷ്പക്ഷ നിലപാടെടുക്കുന്നു. തുറന്ന് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, തുറന്ന് ഇസ്രായേലിനെ എതിർക്കില്ല, തുറന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യില്ല, തുറന്ന് ഇറാനെ എതിർക്കില്ല. അതാണ് ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 2 സുഹൃത്ത് രാജ്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള 2 പേര്. അപ്പോൾ അവർ യുദ്ധം ചെയ്യുമ്പോൾ ഒരാളുടെ കൂടെ നിൽക്കുന്ന പണിയല്ല ഇന്ത്യ ചെയ്യുന്നത്, മറിച്ച് ഇന്ത്യ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നു. 2 കൂട്ടരോട് നമ്മൾ സംസാരിക്കുന്നു, യുദ്ധം ഒന്നിനും പരിഹാരമല്ല മക്കളെ എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പലരും വിചാരിച്ചു വയ്ക്കുന്നത് മോദി ഇറാൻ എതിരാണെന്നാണ്. ഒരുപക്ഷെ അവർക്ക് മോദിയോടുള്ള വിരോധമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിലുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്ന കണ്ടു. അതായത് ഇന്ത്യ അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എമേർജിംഗ് പവറാണ്. എമേർജിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അമേരിക്കയുടെ ഒരു എതിരാളിയാണ്. ഇന്നേ അമേരിക്ക ഇന്ത്യ ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് കാണുന്നുണ്ട് പല സെക്ടറിലും. അമേരിക്കയുടെ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഒരിക്കലും ചൈനയെ സപ്പോർട്ട് ചെയ്ത പോലെ അവർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യില്ല. ഇന്ത്യ അങ്ങനെ ഒരു ചൈനയെ പോലത്തെ ഒരു എക്കണോമിക് പവർ ആയിട്ട് മാറണം, അല്ലെങ്കിൽ വേൾഡ് ഫാക്ടറി ആയിട്ട് മാറണം എന്നൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ അമേരിക്കയെ നമ്മൾ എന്തിനു സപ്പോർട്ട് ചെയ്യണം? നമ്മൾ എന്തിനു അവരെ കൂടെ പിന്തുണ കൊടുക്കണം? അതിൻ്റെ ആവശ്യം നമുക്കും ഇല്ലല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാജ്യത്തെയും പോലെ മാത്രമാണ് അമേരിക്ക. അതേസമയത്ത് റഷ്യയും ഇസ്രായേലും ഫ്രാൻസും ഒക്കെ അമേരിക്കയേക്കാൾ ഇന്ത്യക്ക് വളരെ വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ്. ഒരുപക്ഷെ അമേരിക്കയേക്കാൾ ഇന്ത്യക്ക് പ്രിയപ്പെട്ട ഒരു രാജ്യമായിരിക്കും ഇറാൻ പോലും. അമേരിക്കയെ നമുക്ക് പിണക്കാൻ കഴിയാത്തത് നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങളും അമേരിക്കയുടെ സ്വാധീനം ചെറുതല്ലാത്തത് കൊണ്ടും അമേരിക്കയുമായിട്ട് സാങ്കേതിക കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ സഹകരിക്കുന്നതുകൊണ്ടുമാണ്. വ്യാപാരം ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇന്ത്യ അമേരിക്കയെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ താരിഫ് യുദ്ധ സമയത്ത് തന്നെ ഇന്ത്യ അമേരിക്കയുടെ ചീട്ട് കീറിയേനെ. ഇന്ത്യ അമേരിക്ക റിലേഷൻ അതോടെ തീരേണ്ടതായിരുന്നു. പക്ഷെ അമേരിക്ക വളരെ ശക്തമായ ഒരു രാജ്യമാണ്, ഒരു എക്കണോമിക് പവറാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക പെട്ടെന്ന് പിണക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. മറിച്ച് അതല്ലാതെ അമേരിക്കയുടെ എല്ലാ പ്രവർത്തികൾക്കും പിന്തുണ കൊടുക്കേണ്ട കാര്യമൊന്നും ഇന്ത്യക്കില്ല. അത് ഇന്ത്യയുടെ ജോലിയല്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപ് മോദി എന്തിനാണ് വിളിച്ചത്? തീർച്ചയായിട്ടും എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് വിളിച്ചത്, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്ന ഒരാളല്ലല്ലോ ട്രംപ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ട്രംപ് പെട്ട് നിൽക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപോളാർ വേൾഡിൽ ഇന്ത്യ, ചൈന, റഷ്യ ഇങ്ങനെയുള്ള ശക്തികൾ ചിരിക്കുക തന്നെയായിരിക്കും ഈ സമയത്ത്. സൂപ്പർ പവർ എന്നും പറഞ്ഞ് കയറി ചെന്ന് ഇറാന്റെ അടുത്തുനിന്ന് വരെ തല്ല് വാങ്ങുന്ന അമേരിക്ക കാണുമ്പോൾ ചിരിക്കുക അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ലോകം മൾട്ടിപോളാർ വേൾഡ് ആണെന്ന് റഷ്യ ആവർത്തിച്ച് പറഞ്ഞിട്ടും ട്രംപിന് അത് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. ഇപ്പോൾ ട്രംപിന് മനസ്സിലായി കാണും ഇതൊരു മൾട്ടിപോളാർ വേൾഡ് ആണ്. ഇറാനോട് പോലും മുട്ടി ഒരു പരിപൂർണ വിജയം നേടാൻ കഴിയാത്ത അമേരിക്ക എങ്ങനെയാണ് നാളെ റഷ്യയെയും ചൈനയും ഇന്ത്യയും ഒക്കെ പരാജയപ്പെടുത്താൻ പോകുന്നത്? അപ്പോൾ ഇതൊരു മൾട്ടിപോളാർ വേൾഡ് ആയി കഴിഞ്ഞു. അമേരിക്കയ്ക്ക് മാത്രമാണ് അത് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.